ഉള്ളിനോടുള്ള ബന്ധം. നമുക്കറിയാം, നമ്മുടെ ബാഹ്യമായി നമ്മൾ സൂക്ഷിക്കപ്പെടുന്നതിനേക്കാളും വളരെ പ്രാധാന്യം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ബാഹ്യമായി നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നമുക്കൊരു ഉദാഹരണത്തിന് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം ഒന്ന് വായിക്കാൻ അത് വേണേ. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 16-ാം അധ്യായം. അതിന്റെ 15-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരേണ്ടതിന് ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു വിഷയമാണ് ഇവിടെ. അദ്ദേഹം പറയുന്നത് വളരെ വിരളമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭൗമികമായ രക്ഷയുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച ഭാഗങ്ങൾ പല ഭാഗത്തുണ്ട് താനും. എന്നാൽ അതിലൊരു ഭാഗമാണ് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അദ്ദേഹം അതിന് മുകളിൽ താൻ ഇവിടെ റോമിൽ വരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ താൻ തൻ്റെ ഒരു യാത്രയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു ശേഖരണം, നമുക്കറിയാം, അത് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഭാഗങ്ങളിനകത്ത് ഇപ്പം അവിടെ അദ്ദേഹം ജാതീയ സഭകളിൽ നിന്ന് ഒരു ശേഖരണം നടത്തുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ യെരൂശലേമിലെ ദരിദ്രരായിരിക്കുന്ന ദൈവമക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യെരൂശലേമിൽ ആദ്യം സഭ തുടങ്ങിയപ്പോൾ നമുക്കറിയാമായിരുന്നു അവിടെ സഭയിൽ നല്ല വരുമാനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതെല്ലാം വിറ്റ് കൊണ്ടുവന്നത് അപ്പോസ്തലന്മാരുടെ കാൽക്കലൊക്കെ വെച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടെ സഭ മുന്നോട്ട് പോയതാണ്. സ്തേഫാനോസിന്റെ ഉപദ്രവത്തോടുകൂടെ ചെതറിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സഭയിൽ പറയുന്ന പോലെ ഉണ്ടായിരുന്നതെല്ലാം വളരെ സന്തോഷത്തോടൊക്കെ ജീവിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷാമങ്ങൾ, പല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ യെരൂശലേം വളരെ പ്രയാസത്തിൽപ്പെടുകയാണ്. എന്നാൽ അവരായിരുന്നു സത്യത്തിൽ വിശുദ്ധന്മാരായിരുന്നല്ലോ മറ്റു ഇടങ്ങളിൽ നിന്ന് വന്നവരെ പോലും സപ്പോർട്ട് ചെയ്യുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്ത് സഭ വളരെ സ്ട്രോങ് ആയി തീരാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പുള്ളതായി തീരാനായിട്ട് കാരണമേ യെരൂശലേമിലെ സഭയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സഭയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് പൗലോസ് ശ്ലീഹ ഒരു കൺസേൺഡ് ആയിട്ട് ഒരു ശേഖരണം നടത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, പൗലോസിന്റെ ശുശ്രൂഷ ജാതികളുടെ ഇടയിൽ അപ്പോസ്തലനാണ്, എന്നാൽ യഹൂദന്മാരുടെ ഇടയിലെ അപ്പോസ്തലത്വം പത്രോസിനുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇടകളിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമോ? എന്നാൽ ഏജിയിലുള്ളവരൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലാണല്ലോ. നമ്മൾ IPC-കാർക്കൊക്കെ നന്നായിട്ടുണ്ടല്ലോ, അവരെ സഹായിച്ചേക്കാമെന്ന്, അഥവാ നമ്മൾ അങ്ങനെ സഹായിച്ചേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മാഗസീനിലും അത് വന്നിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം അപ്പൊ അതങ്ങനെ നാച്ചുറലി അത് നടക്കുന്ന കാര്യമല്ല. അത് ഞാൻ പണ്ടൊരിക്കൽ ഒരു സഹോദരനോട് ഞാൻ വളരെ കർത്താവിൽ ഇപ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനോട് വേറൊരു ശുശ്രൂഷകനെ നിങ്ങളുടെ സംഘടനയിലൊരു അദ്ദേഹത്തിന് പ്രവർത്തിക്കണം, അദ്ദേഹത്തിന് ആത്മീയമായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. സംഘടനാപരമായിട്ട് സഹായമോ കാര്യമൊന്നും വേണ്ട, എനിക്ക് ആത്മീയമായിട്ട് നിങ്ങളുടെ സഹകരിച്ച് പോയാൽ മതി, അങ്ങനെ പോയാൽ മതി എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് 100% തയ്യാറ്, പക്ഷെ അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാരും അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സിസ്റ്റം അങ്ങനെയാണ്, ആ സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. സോ പോൾ വാസ് സോ കൺസേൺഡ്. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്നേഹം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ശരിക്കും സ്നേഹം ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് സ്നേഹം, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹമുണ്ട്. സ്നേഹമില്ല എന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമാണ്. കാരണം അത് ആ സ്നേഹം, ഈ സ്നേഹത്തിന് കാരണം പോലും നമ്മൾ തുടങ്ങി വെച്ച സ്നേഹം അല്ലാത്തതുകൊണ്ടാണ് ഈ സ്നേഹം ഉള്ളത് തന്നെ. കാരണം നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തീരുമാനിച്ചവരൊന്നുമല്ല. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ അന്യോന്യം സ്നേഹിക്കുന്നതും നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കാൻ ആയിട്ടുണ്ടായിരുന്ന കാരണമൊന്നും. പക്ഷെ നമ്മള് ശരിക്കും ഉറ്റ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഉറ്റ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും എന്നെ, പക്ഷെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ നോക്കിയിട്ട് നിങ്ങളെ പോയിട്ട് എൻ്റെ ഭാര്യയെ ഞാൻ ഇതുവരെ ഉറ്റ സ്നേഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ സാധ്യതയുള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ഉറ്റ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കുമുള്ളൊരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഉറ്റ സ്നേഹിക്കാൻ കഴിയൂ. അങ്ങനെ ഉറ്റ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തെ നമ്മളിപ്പോ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നു, അത് വാസ്തവമാണ്. കാരണം സ്നേഹത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയത് കൊണ്ടാണ്. എന്നാൽ അദ്ദേഹമാകട്ടെ, യോഹന്നാനാകട്ടെ, പൗലോസ് ആകട്ടെ, പത്രോസ് ആകട്ടെ, അവരുടെ പ്രത്യേകത, they were captivated with the love of Christ. They were compelled and constrained by the love of Christ. അവര് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവർ നയിക്കപ്പെട്ടവരുമായിരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉറ്റ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു പരിശ്രമമല്ല, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈ കഴിഞ്ഞിടയിൽ പത്രോസിന്റെ ലേഖനം അത് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട വാക്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഒന്ന് പത്രോസ് അതിന്റെ 1-ാം അധ്യായം, ഫസ്റ്റ് പീറ്റർ 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കുക കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയപൂർവ്വം നമ്മള് അന്യോന്യം ഉറ്റ് സ്നേഹിക്കണം. അത് ഇംഗ്ലീഷിൽ അതൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത്, ശുദ്ധ ഹൃദയത്തോടെ തീഷ്ണമായി സ്നേഹിക്കണം. ശുദ്ധ ഹൃദയത്തോടെ. അപ്പൊ ഈ ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് നമ്മള് എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന കാര്യമല്ല. ശുദ്ധ ഹൃദയം എന്ന് പറഞ്ഞത് എന്താ? ശുദ്ധ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അത് പറയാൻ പറ്റും. ശുദ്ധമായ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിനകത്ത് മായമില്ല, അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല. ഇതെല്ലാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊന്നും ഇല്ലാത്ത, അതായത് അതിനകത്ത് ഒന്നും ആഡ് ചെയ്യാത്ത, ഒന്നും കുറയ്ക്കാത്ത, ഒന്നും കലരാത്ത ഒരു സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകണമെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തോടെ സ്നേഹിക്കണം. നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചായി പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതെങ്ങനെ സാധ്യമാകും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് സാധ്യമാകും, എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനേക്കാൾ അത് എന്തുകൊണ്ട് അത് സാധ്യമാകും, സാധ്യമാകത്തില്ലെന്നല്ല പറഞ്ഞത്, അത് സാധ്യമാകുമെന്നാണ്, ഒന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നോക്കി എന്റെ 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. എന്നാൽ സത്യം അനുസരിക്കുകയാൽ, സത്യം അല്ലെങ്കിൽ സത്യം അനുസരിക്കുന്നതിൽ എന്നാണ് ഇംഗ്ലീഷിനകത്ത് എഴുതിയേക്കുന്നത്. അല്ലെങ്കിൽ സത്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സത്യം അനുസരിക്കുന്നതിൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്ക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം. അവിടെ എഴുതിയേക്കുന്നത്
നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിങ്ങളുടെ ആത്മാക്കളെ എന്നുള്ളത് ഇംഗ്ലീഷിനകത്ത് സോൾ എന്നാ കൊടുത്തിരിക്കുന്നത്. സോൾ, നോട്ട് ദ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവ്, ദേഹി, ദേഹം. അതിനകത്ത് ദേഹിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ പ്രാണനെ കുറിച്ചായിരിക്കും. നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഇച്ഛകളെ, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എഴുതിയിരിക്കുന്നത് നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ട് എന്ത് ചെയ്തു? നിർമ്മലീകരിച്ചിരിക്കൊണ്ട്. അപ്പൊ നിർമ്മലീകരണം സംഭവിച്ചിട്ടുണ്ട്. എവിടെ സംഭവിച്ചു? പ്രാണനിലൊരു നിർമ്മലീകരണം ഉണ്ടായി, ആത്മാവിനുണ്ടായി. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിർമ്മലീകരണം ഉണ്ടായി, പ്രാണനും അതിന് നിർമ്മലീകരണം ഉണ്ടായതാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എല്ലാവരുടെ അനുഭവം, നമുക്ക് ദൈവമക്കളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. എന്തൊരു സന്തോഷമാണ്. എൻ്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെ സഹായിക്കാൻ, അവർ എന്താ വേണ്ടത്, വി ആർ സോ കൺസേൺഡ്. ആൻഡ് യുനോ, അതെന്തുകൊണ്ട് സംഭവിച്ചത്? നമ്മൾ നല്ല സ്നേഹമുള്ളവരായതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു നിർമ്മലീകരണം എന്ത് ചെയ്തു? സംഭവിച്ചു. നമ്മുടെ പ്രാണനിൽ ഒരു നിർമ്മലീകരണം സംഭവിച്ചു. ആ നിർമ്മലീകരണം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ എഴുതിയത്. അന്ന് സത്യം അനുസരിക്കയാൽ, ബൈ ഒബേയിങ് ദ ട്രൂത്ത്. അത് എങ്ങനെ സത്യം അനുസരിച്ചു എന്നുള്ളതാണ് എഴുതിയ. അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിൽ KJV-യിലുണ്ട്, ബാക്കിയുള്ളതിനകത്തില്ല. ആത്മാവിനാൽ എന്ന് എഴുതിയിരിക്കുന്നത്. ആത്മാവിനാൽ സത്യം അനുസരിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ചില ഇതിനകത്ത് എഴുതിയിട്ടില്ല, അത് സാരമില്ല, അതങ്ങനെ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് സഹോദരപ്രതിക്ക് നിർമ്മലീകരിച്ചിരിക്കൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനെ സത്യം അനുസരിക്കാൻ നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഇങ്ങനെ ആ ഉള്ള സ്നേഹം നിമിത്തമാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട് ശേഖരണം തുടങ്ങി. വേദപുസ്തകത്തിൽ ഒരു ഫണ്ട് ശേഖരണം എന്ന ഈ ഉദ്ദേശത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്തെല്ലാം ഫണ്ട് തുടങ്ങിയെന്നറിയാവോ? നമ്മൾ എവിടെയെങ്കിലും എത്തിയെന്നറിയാവോ? ആദ്യമായിട്ടൊരു ഫണ്ട് ശേഖരണം നടത്തിയതിന്റെ പിന്നിൽ യെരുശലേമിലെ ദരിദ്രന്മാരെ കുറിച്ചുള്ള ഇറ്റ് വാസ് സോ കൺസേൺഡ് അബൌട്ട് ദം. അതിന് പൗലോസ് പറഞ്ഞൊരു ചാപ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെല്ലാം പരിപാടികൾ നടത്തുന്നു അല്ലേ? ഏറെ കൊടുക്കുന്നവൻ ഏറെ സ്നേഹിക്കുന്നു, വാരി വിതറിയവൻ ദരിദ്രന്മാർ കൊടുക്കുന്നു, സഹോദരങ്ങളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശക്തമായിട്ട് പറയും. യുനോ, സോ വൈ ഹി വാസ് സോ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. അത് ഞാൻ ആ ഭാഗത്തോട്ട് പോയാൽ നമ്മൾ ആ വഴിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആ വഴിക്ക് പോകുന്നില്ല. നോക്കി, ഈ കൊരിന്ത്യൻസിനകത്ത് അങ്ങനെ ആ ശേഖരണവുമായിട്ട് പൗലോസ് ചില സഹോദരങ്ങളും കൂടെ പോകും. പൗലോസ് ഒറ്റയ്ക്കല്ല, തൻ്റെ കൂട്ടത്തിന് ചില സഹോദരൻ. അതെല്ലാം നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമൊക്കെ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ആ ഭാഗത്ത് വരുന്നില്ല, ഞാൻ തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ ഈ നിർമ്മലീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അത് ഒരു സബ്ജക്റ്റാണ് ആ അല്ലേ? നിങ്ങൾ നിർമ്മലീകരിച്ചിരിക്കൊണ്ട് സത്യം അനുസരിക്കാൻ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ നിർമ്മലീകരിച്ചിരിക്കണം. നിർമ്മലീകരണം ചെയ്യുന്നത് ദൈവമാണ്. പക്ഷെ അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? നമ്മുടെ സത്യത്തിന്റെ അനുസരണത്തിലൂടെയാണ്. by obeying the truth that is in God's word. അത് അനുസരിക്കുന്നത് നമ്മളാണെങ്കിൽ നിർമ്മലീകരിക്കുന്നത് നമ്മളല്ല. നിർമ്മലീകരിക്കുന്നത് നമ്മിൽ വസിക്കുന്ന ആ സത്യമാണ് നിർമ്മലീകരിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന സത്യമാണ് നമ്മളെ നിർമ്മലീകരിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ദൈവവചനമാണ് നമ്മളെ നിർമ്മലീകരിക്കുന്നത്. പക്ഷെ അത് നിർമ്മലീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തെ അനുസരിക്കണം. അങ്ങനെ സത്യത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാണനിൽ ഒരു നിർമ്മലീകരണമുണ്ട്. നമുക്കറിയാം, 1 യോഹന്നാൻ 3:3 വായിക്കുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ പോലെ തന്നെ നിർമ്മലീകരിക്കും. അപ്പൊ തന്നെ നിർമ്മലീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താ? അവൻ നിർമ്മലനായിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിന്റെ നിർമ്മലതയാണ് നമ്മുടെ നിർമ്മലത എന്ന് പറയുന്നത്. നമ്മുടെ നിർമ്മലത എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഇടയിലുണ്ടായി, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ബ്രദറെ എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ പറയുന്ന നിർമ്മലീകരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നിർമ്മലീകരണം സ്ഥാപിക്കുന്നത് എന്നെ കൊണ്ടാണ് സ്ഥാപിക്കുന്നത്.
ഞാൻ എന്നെ നിർമ്മലീകരണം സ്ഥാപിക്കാനായിട്ട് കാണുന്നത് എന്നെ തന്നെയാണ് കാണുന്നത്. എനിക്ക് എന്നിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നമ്മൾ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ദിവസം ന്യായാസനത്തിന് മുമ്പ് എനിക്ക് ഇവിടെ മനസ്സിലാവുള്ളൂ. ബിക്കോസ് ദ സ്റ്റാൻഡേർഡ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, നോട്ട് എന്തെങ്കിലും ഒരു സംഘടനയോ എന്തെങ്കിലും ഒരു വ്യക്തികളോ എന്തെങ്കിലും ഒരു സിസ്റ്റമോ അല്ല അതിന്റെ സ്റ്റാൻഡേർഡ്. അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് ക്രൈസ്റ്റ്. അത് നമ്മളുടെ ഉള്ളിൽ ആഴത്തിൽ പതിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ചിന്തകളും നമ്മൾ അത് കൂടാതെ നമ്മൾ എന്തിനെ എക്സ്ട്രാ വെക്കുമ്പോഴും നമ്മൾ പലപ്പോഴും സ്റ്റാൻഡേർഡ് നമ്മൾ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാനിപ്പം ഒരു അളവ് നിങ്ങളോട് പറഞ്ഞാൽ ആ അളവ് നിങ്ങൾ വേറൊരാളോട് പറയുമ്പോഴത്തേക്ക് ആ അളവ് ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ അത് കുറയാം. എന്നാൽ അത് ആ ക്രിസ്തുവിൽ നമ്മളത് കാണണം. അത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ളൊരു സ്നേഹത്തോടെ പൗലോസ് യെരൂശലേമിലേക്ക് സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദം അറിയേണ്ടതിന് കൊടുത്തു വിട്ടുന്ന കാര്യമാണ് ഇവിടെ വായിച്ചത്. അവിടെ നമുക്കൊന്നും കൂടെ വായിക്കാം. അതിന് 30-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ അറിയാം. പൗലോസ് യെരൂശലേമിലേക്ക് പോകുമ്പോൾ അഗബാസ് പറഞ്ഞു, എന്ത് ചെയ്യും? ഈ കച്ചയുടെ ഉടമയെ ഇതുപോലെ യെരൂശലേമിൽ ചെന്നാൽ എന്ത് ചെയ്യും? പിടിച്ചു കിട്ടും. അപ്പം അത് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഞാൻ മരിക്കാനും തയ്യാറായിരിക്കുന്നു, അല്ലേ? ആ ഭാവമൊക്കെ നമ്മുടെ അടുത്ത് വായിക്കണം. നമ്മുടെ നമ്മുടെ സമർപ്പണവും പൗലോസിന്റെ സമർപ്പണവും നമ്മളുടെ അന്തരം അറിയണമെങ്കിൽ നമ്മൾ ആ ഭാഗം വായിക്കണം. അഗബാസ തന്നെ പൗലോസിന്റെ അരക്കച്ച എടുത്ത് പൗലോസിനെ കെട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ യെരൂശലേമിൽ ചെല്ലുമ്പോ അദ്ദേഹത്തെ കെട്ടുമെന്ന് പറഞ്ഞു. അവിടെ ചില സഹോദരന്മാർ ആത്മാവിനെ പ്രവചിച്ചു പറഞ്ഞു യെരൂശലേമിൽ പോകരുതെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളോട് അങ്ങനെ പ്രവചനം പറഞ്ഞാൽ നമ്മൾ വല്ലവരും പിന്നെ പോകും യെരൂശലേം? നമ്മളാരും പോകത്തില്ല. പെന്തിക്കോസ്തുകാരുടെ ജീവനുണ്ടേ പോയി, ബാക്കിയുള്ളവർ പോയാലും നമ്മളാരും പോയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനാൽ പറഞ്ഞിരിക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. അഗബാസ് വെളിപ്പാട് കണ്ടിട്ടാ പറയുന്നത്. ഇത്രയും വെളിപ്പാടും പ്രവചനവും കേട്ടിട്ട് യെരൂശലേമിലേക്ക് പോകും. നിങ്ങൾ എൻ്റെ ഹൃദയം കരഞ്ഞ് നിങ്ങൾ എൻ്റെ ഹൃദയം തകർക്കരുത്, ഞാൻ പോകാനും ഞാൻ മരിക്കാനും തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം യെരൂശലേമിലേക്ക് പോകുമ്പം അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഭയം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല സമർപ്പണമുണ്ട്, ഞാനങ്ങ് പൊക്കോളാം എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ റോമിലുള്ള സഭയെ കുറിച്ചിട്ട് അദ്ദേഹം അവിടെ റോമിൽ പോയിട്ടില്ല. എന്നാൽ റോമിൽ പോയിട്ടില്ലെങ്കിൽ റോമിലുള്ള സഹോദരന്മാരോട് പറയുകയാണ്, അവിടുത്തെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ടതിനും, അത് മാത്രമല്ല യെരൂശലേമിൽ ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും. നോക്കിയേ, ഞാൻ ഇതൊക്കെ ചിന്തിച്ച് ഞാൻ ഈ ദൈവവചനത്തിന് മുമ്പിൽ അത്ഭുതപ്പെട്ടിരുന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഇപ്പം ഞാനിപ്പോ UK നിങ്ങൾക്ക് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് വല്ലതും കേട്ടിട്ട് കുറെ ഫണ്ടൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ നാളെ UK ഉണ്ടാകാമല്ലോ. അപ്പൊ ഞാനങ്ങ് പറയുക, നിങ്ങളൊക്കെ പേടിക്കൊന്നും വേണ്ട. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഒരു ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുക. എന്നിട്ട് ഞാൻ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ദൈവസഭകളോട് പറയാണ്, സഹോദരന്മാരെ, UK സഹോദരന്മാർക്ക് ഇത് പ്രസാദമായി തീരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? കാരണം എന്താന്ന് പറയുക, ഈ പൈസയും കൊണ്ട് പോയാൽ പിന്നെ എന്നിലും നിങ്ങൾ പ്രസാദിക്കും, നിങ്ങൾ എൻ്റെ പണത്തിലും പ്രസാദിക്കുന്ന എനിക്ക് നല്ല ഉറപ്പാ. എൻ്റെ ആകെയുള്ള പ്രശ്നം പൈസ കിട്ടേണ്ട അടുത്തുനിന്ന് മുഴുവൻ കിട്ടിയില്ല, അതേ ഉള്ളൊരു പ്രശ്നം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അത് പൗലോസിന്റെ പ്രശ്നം അതല്ല. പൗലോസ് പറയുന്നത്, ഞാൻ ഇതുമെല്ലാം കൂടെ കൊണ്ടുപോകുമ്പോ ഇവർക്ക് പ്രസാദമാകാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്താ പോസിബിലിറ്റി? അങ്ങനെ പ്രസാദമാകാതിരിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തായിരിക്കും അതിനുള്ള ഒരു പോസിബിലിറ്റി? നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ പറയുന്ന ഒരു കോൺവെർസേഷൻ ആണ് അതിനുള്ള പോസിബിലിറ്റി.
പറഞ്ഞ ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. എനിക്ക് നമുക്കിവിടെ ഉണ്ടായിട്ട് അവിടെ കൊണ്ടുപോയാൽ പോരെന്ന് പറയും. നമുക്കിവിടെ ഉണ്ടായിട്ട് അവിടെ കൊണ്ടുപോയാൽ പോരെന്ന് പറയും. അല്ല, അത് നമ്മുടെ ആൾക്കാർ. ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് എവിടുത്തെ പ്രശ്നം, ഞാൻ ഈ കൊണ്ടുവന്ന് ഇപ്പൊ നിങ്ങൾക്ക് കൊണ്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് പ്രസാദമായി തീരുവോ ഇല്ലയോ എന്ന് ഞാൻ എന്തിനാ ചിത്രം ചിന്തിക്കേണ്ട കാര്യം? കാരണം ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരിക അങ്ങോട്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രസാദമായി തീരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ജാതികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നോണ്ടാണോ? ഒരു മെയിൻ റീസൺ അതാ. പിന്നെ വേറെ റീസൺ അത് എക്സാക്ട്, അത് നല്ല റീസൺ ആണ്. പൈസ ആകുമ്പോ പിന്നെ ജാതി അതൊന്നും ഇല്ല സാധാരണ. പൈസയുടെ കാര്യത്തിൽ ജാതിയൊന്നും മതമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ബാക്കി എല്ലാത്തിനകത്തേ ഉള്ളൂ. എന്നാലും പിന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പൈസ എന്നാലും എന്ത് തോന്നുന്നു? ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഭാര്യയും ഭർത്താവും നമ്മൾ വഴക്കുണ്ടാകുക എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട്. ഓൾറെഡി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് ആ ചക്കരെ ഞാൻ എന്നാ എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട നമ്മൾ പറയത്തില്ലേ? എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് പറയുന്നത് സഹായം വേണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. സഹായം എനിക്ക് വേണം, പക്ഷെ എന്റെ ഈഗോ ഹർട്ട് ചെയ്യാൻ ഇങ്ങോട്ടൊന്നും കയറി വരണ്ട എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പണ്ട് ഞങ്ങളെല്ലാം കൊടുത്തോണ്ടിരുന്നേ. ഇപ്പൊ തിരിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. പണ്ട് ഈ നമ്മുടെ സഭ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇന്ന് വാങ്ങിക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇതൊന്നും വേണ്ട, ഞാൻ ചിന്തിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമ്മുടെ ഈഗോ ഒക്കെ ഹർട്ട് ചെയ്യാൻ. കാരണം നമ്മുടെ ബേസിക് നേച്ചർ, ആഡമിക് നേച്ചർ അങ്ങനെയാണ്. നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ചെറിയൊരു കാര്യമല്ലത്. പൗലോസ് വെറുതെ പറഞ്ഞതല്ല. അവർക്ക് പ്രസാദമായി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം ഇത് പൗലോസിന്റെ വേറെ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണെന്ന് ചിലപ്പം അവർ വായിക്കാൻ സാധ്യതയുണ്ട്. പൗലോസിനെ കുറിച്ചിട്ട് കൊരിന്ത്യ സഭ പണ്ടേ പറഞ്ഞിരിക്കുന്ന അവനൊരു കൗശലക്കാരനാന്ന്. താൻ സ്ഥാപിച്ച കൊരിന്ത്യ സഭ കൗശലക്കാരനാന്ന് പറഞ്ഞ പിന്നെ യെരൂശലേം സഭ പറഞ്ഞില്ലല്ലോ ഉള്ളൂ അത്ഭുതം. സോ ഇതിനെല്ലാം ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോസിബിലിറ്റീസ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ അതുകൊണ്ടാണ് ഈ കൊണ്ടുപോകുന്ന സഹായം അവിടെയുള്ള വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിന് ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന്, ഈ പോകുന്ന വഴിക്ക് എവിടെ വരണം? റോമിലെത്തണം. യെരൂശലേമിൽ പോയിട്ട് അവിടെ തടവിലാക്കുമെന്നും അവിടെ പിടിച്ചിടുമെന്നും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുമ്പോൾ പുള്ളി പറയുകയാണ്, ഞാൻ ഇതുവഴി എവിടെ വരും? അവിടെ വരേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളോടുകൂടെ മനം നടുക്കേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ പ്രബോധിപ്പിക്കും. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, the love in the spirit, ആത്മാവിന്റെ സ്നേഹം, ദൈവാത്മാവിൻ പകരപ്പെട്ട ദൈവസ്നേഹത്തിൽ ദൈവം നമ്മുടെ ഇത് ദൈവം നമ്മളെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. നോക്കിയേ, ഈ ഒരു സ്നേഹത്തോടുകൂടെ നമുക്ക് അവിടെ ചെല്ലാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ദൈവം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈമറിലി നമ്മൾ ദൈവത്തെ കാണുന്നത് ഒരു സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്ന് ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നമുക്കത് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 6:33. ഒന്ന് വായിച്ച. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്കൊക്കെ ഇത് കിട്ടും. നമുക്കത് കർത്താവ്
തന്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച പ്രഥമമായ ഒരു ടീച്ചിങ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ശരിക്കുമുള്ള നിർമ്മലീകരണം നമുക്ക് നടക്കേണ്ടുന്നതിന്റെ പല ആവശ്യകതകളുണ്ട്. അത് പല കാര്യത്തിൽ നിർമ്മലീകരണം നടക്കേണ്ട കാര്യമുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പലപ്പോഴും ശിഷ്യന്മാരെ കർത്താവ് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു സംശയിച്ചു, അല്പവിശ്വാസികളെ നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളായത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പവിശ്വാസത്തെ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്പവിശ്വാസത്തിന്റെ ഒരു തെളിവാണ് വിചാരപ്പെടൽ എന്ന് പറയുന്നത്. നമ്മൾ വളരെ ആൻഷ്യസ് ആയിട്ട് തീരുക. നമുക്കറിയാം ഈ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, പൈസ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി എന്നുള്ളതാണ്. എന്നാൽ പൈസ ഉണ്ടാകണമെന്നോ ഇല്ലെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. ആൻഷ്യസ് ആകാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. നമുക്ക് ആൻസൈറ്റിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. നമുക്ക് ഉണ്ടെങ്കിലും ആൻഷ്യസ് ആകാൻ പറ്റും, ഇല്ലേലും ആൻഷ്യസ് ആകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇല്ലാത്തപ്പോഴാ ആൻസൈറ്റി കുറവാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലായത്. ഉള്ളപ്പോഴാണ് ആൻസൈറ്റി കൂടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടിൽ കഴിക്കാനൊന്നും ആഹാരമൊന്നും ഇല്ല എന്ന് വിചാരിച്ചു, കഴിക്കാനുള്ള ആഹാരം ഇല്ല, അല്ലെങ്കിൽ പോക്കറ്റിൽ പൈസ ഇല്ല എന്ന് വിചാരിച്ചു. നമുക്ക് ആൻസൈറ്റിക്കുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ ചിന്ത. എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസൈറ്റി മേടിച്ചിട്ട് കാര്യമില്ല. കൈ കാശുണ്ടെങ്കിലല്ലേ ആൻസൈറ്റി അടിക്കേണ്ട കാര്യമുള്ളൂ. കൈ പണം, നമുക്ക് ആഹാരം ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലാത്തടത്ത് നമ്മൾ അതിനെ കുറിച്ച് വിചാരപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു, അങ്ങനെ ഇരിക്കുമ്പോ ഒരു മുറി തേങ്ങ കൈ കിട്ടിയാലോ, പിന്നെ ഈ തേങ്ങ എന്ത് ചെയ്യുന്നു വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ തേങ്ങ അത് തീർന്നു പോകത്തില്ലേ. ഞാൻ നിങ്ങൾക്ക് ആ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാവുന്നു. നമുക്കത് അങ്ങനെയാണ് നമുക്ക് ആൻസൈറ്റി ഉണ്ടാകുന്നത്. പണ്ട് ഞങ്ങൾ ഒരുമിച്ചത്, ഞാനും എൻ്റെ ഒരു കൂട്ടുസഹോദരനും കൂടെ ഒരുമിച്ച് പണ്ട് താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈസ തീരുന്നത് വരെ ഭയങ്കര ടെൻഷനാണ്. പൈസ തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടെൻഷൻ മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. ഇത് ഉള്ളപ്പോഴല്ലേ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, പണ്ടത്തെ ആൾക്കാർക്ക് ആഹാരമില്ലായിരുന്നു എന്നുള്ളതിന്റെ കാര്യത്തിനകത്ത് അവർ വളരെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ഒക്കെ ചെയ്ത് അവർ വളരെ സ്വസ്ഥതയുള്ള ജീവിതം നയിക്കുന്നത് കണ്ടിട്ടില്ല പഴയ അപ്പച്ചന്മാരമ്മച്ചമാർ. എന്നാൽ നമുക്കിന്ന് അവരുടെ കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഒന്നും നമുക്കില്ലെങ്കിലും നമുക്കുള്ള ടെൻഷൻ ആർക്കുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ LKG പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ടെൻഷനാണ്. സോ ആൻഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഇപ്പം ഇന്ത്യയിലുണ്ടായ പ്രൊട്ടസ്റ്റ് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആൻസൈറ്റീസ്. ഇപ്പോഴത്തെ ജനറേഷന്റെ ആൻസൈറ്റി കൊണ്ട് അവരെ ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ അവർക്ക് നാളെയെ കുറിച്ച് അവർക്ക് ഭയങ്കര ആശങ്കയായി മാറും. ഇത് നമുക്ക് ഇതിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ച് ഞാൻ തുടങ്ങും. കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഒരു ചോദ്യം ഇതാണ്, നമ്മൾ ഈ കർത്താവിന്റെ രാജ്യവും നീതിയൊക്കെ അന്വേഷിക്കണം. ഈ പറയുന്ന സാധനം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കിട്ടുന്നുള്ള കാര്യം ഉറപ്പാകട്ടെ. ഞാനത് നിങ്ങളാരും വിചാരിക്കരുത്, കാരണം വിശ്വാസം കൊണ്ട് പറയുന്നതല്ല. ഇനി സപ്പോസ് വി ഡോണ്ട് ഗെറ്റ് ഇറ്റ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. കിട്ടിയില്ലെങ്കിലും മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. നമ്മൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ രാജ്യവും നീതി അന്വേഷിക്കും. പിന്നെ എന്തിനാണ് ഈ വാക്യം അങ്ങനെ പറഞ്ഞത്? നമ്മളിപ്പത്തെ തൂങ്ങിയാണല്ലോ ജീവിക്കുന്നത്. കുറെ കാലമായിട്ട് ഇതിലൊക്കെ തൂങ്ങിയല്ലേ ജീവിച്ചു പോയത്. നമ്മൾ ഇടയ്ക്ക് പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കർത്താവിനെ, അല്ലേ? കർത്താവെ, മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിനെന്നാ ഇതോടുകൂടെ കിട്ടുമെന്ന് അങ്ങയുടെ വനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് വാങ്ങിച്ചത്. കിട്ടിയില്ലേലും പിന്നെ നമ്മൾ ജീവിക്കാനാണ് പിന്നെ എന്തിനു ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത്? അതിന് നമുക്കൊരു കാരണമുണ്ട്.
നമ്മൾ കിട്ടിയില്ലേലും ജീവിക്കാൻ തന്നെ തീരുമാനിച്ചവർ. പക്ഷെ ഈ വിചാരപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്യൂസാണ്. ഇതിന് കിട്ടുമെന്ന് പറയാൻ വേണ്ടി കർത്താവ് പറഞ്ഞതുമല്ല. സത്യത്തിൽ നമ്മുടെ ചിന്ത കർത്താവ് നമ്മളെ പ്രലോഭിപ്പിച്ചാന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ല, പിള്ളേരോട് നമ്മൾ പറയുന്ന പോലെ മുട്ടായി കാണിച്ചു വെച്ചാൽ മതി, മുട്ടായി തരാം, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇത് മുട്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞതല്ല. ഇതൊക്കെ കിട്ടും കുഞ്ഞെ, ഇത് മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ. പലപ്പോഴും നമ്മൾ അങ്ങനെ ഇതിനെ കാണുന്നു. ഇത് കർത്താവ് ഇത് പറയാൻ കാരണം ഇത് കിട്ടുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. അതാണ് നമ്മൾ ഈ പോർഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ട പല മേഖലയുണ്ട്. നമ്മൾ പ്രാർത്ഥനയുടെ ഇഷ്യൂ പറയാൻ വേണ്ടി പറഞ്ഞത്. അതായത് പൗലോസ് എന്തുകൊണ്ട് അതിന്റെ കാര്യത്തിൽ പോലും അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത്, there is a reason behind that prayer. ഈ അവിശ്വാസികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാനും ഇത് കാരണം പൗലോസിന് ഇവിടെ അവിശ്വാസികളുടെ കയ്യിൽ പെട്ടിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന മാത്രമല്ല, ആ വഴിക്ക് സ്പെയിനിൽ വരാനുള്ളതാണ്, സ്പെയിൻ വഴിയായിട്ട് റോമിൽ എത്താനുള്ളതാണ്, അവിടെ എത്താനുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജേർണിയാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ പ്രവാചകന്മാർ എവിടം വരെ കണ്ടുള്ളൂ? പ്രവാചകന്മാർ യെരുശലേമിൽ പോയി ബന്ധിക്കപ്പെടുന്നതേ കണ്ടുള്ളൂ. അല്ലെങ്കിൽ ആത്മാവിനെ പ്രവചിച്ചവർ അവർ എപ്പോഴും ഡോണ്ട് ഗോ ആഫ്റ്റർ ദ പ്രൊഫസീസ് ബട്ട് ഗോ ആഫ്റ്റർ ക്രൈസ്റ്റ്. നമ്മളൊരു പ്രവചനമൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ വി ഷുഡ് അസസ് ഇറ്റ്. എനിക്ക് വളരെ സങ്കടമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രവചനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രൊഫസിയെ ഡിസ്പൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വി ഷുഡ് discern the prophecy, the source of the prophecy, the matter of the prophecy, the purpose of the prophecy. ഇതെല്ലാം നമ്മൾ ഡിസേൺ ചെയ്തിട്ട് വേണം ഒരു പ്രവചനത്തെ എന്ത് ചെയ്യാൻ കൈക്കൊള്ളാം. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചിന്തകളെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പഠനത്തിൽ ചിന്തിച്ചപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മൾ ദൈവത്തിൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വെക്കും. അതിന്റെ അടിസ്ഥാന ഘടകം എന്താ? why we put our faith and hope in God? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചോർന്നു പോകുന്നൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ചോദിക്കും. നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഒന്ന് ദൈവമുണ്ട്, ദൈവം ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം. എന്നാൽ ദൈവത്തിൽ നമ്മൾ ആസ് എ ക്രിസ്ത്യൻ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൽ പ്രത്യാശിക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താ? ദൈവം എന്ത് കാരണം കൊണ്ടാണ്? ദൈവം എന്ത് ചെയ്തു? നമ്മളോടൊന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ദൈവം എൻ്റെ ജീവിതത്തിൽ ബ്രദറെ അത്ഭുത രോഗസൗഖ്യം ചെയ്തു, ദൈവം എനിക്ക് വളരെ കഷ്ടതയിലും ബുദ്ധിമുട്ടിലായിരുന്നു, ദൈവം എന്നെ ഇത്രത്തോളം ഉയർത്തി, ദൈവം എന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ദൈവം ഞങ്ങൾ ഇതിൽ നിന്ന് വിടുവിച്ചു. 100 റീസൺസ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് പറയാം. എന്നാൽ നമ്മൾ ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഞാൻ ആ വായിച്ച വാക്യത്തിന് തൊട്ട് മുകളിൽ 21 വാക്യം ഒന്ന് വായിച്ച 1 പത്രോസ് 1:21 ഒരു സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 1 പത്രോസ് 1:21 നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഇത്ര ഉള്ളു കാര്യം. ദിസ് ഈസ് ദ റീസൺ വൈ വി പുട്ട് അവർ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണേ പറയാം, യേശു എന്റെ പാപത്തിന് വേണ്ടി മരിക്കുകയും എന്റെ നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളതിന്റെ കാരണം കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. നമുക്കൊരു കാരണമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു സുശേഷകനോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിപ്പോയി. അദ്ദേഹത്തിന് കേട്ട പ്രവചനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത് തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല ഇതിന്റെ കാരണം. നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം we were so Christ centered. നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു, ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ ഉള്ളിനകത്ത് ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിൽക്കണം. കർത്താവെ, എന്തെല്ലാം വന്നാലും നമ്മുടെ പ്രാർത്ഥിക്കുന്നതിന്റെ ചേതോ വികാരം ദൈവം യേശുവിനെ മരിച്ചവൻ നിർപ്പിച്ചു എന്നുള്ളതായിരുന്നു. നമ്മൾ ഉപവസിക്കുന്നതിന്റെ ചേതോ വികാരം
ദൈവം യേശുവിനെ മരിച്ചവൻ നിർമ്മിച്ചു. എന്നെ നീതീകരിച്ചു. ദൈവം എന്നെ ഇന്ന് വിശുദ്ധീകരിച്ചിരിക്കും തനിക്കായി. എന്നെ അനുദിനം അവൻ നിർമ്മലീകരിച്ചിരിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഭാഗം ഇതാണ്. നോക്കിയേ, ഈ ഭാഗത്ത് നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടും. അപ്പൊ നമ്മൾ വിചാരപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വിചാരപ്പെടരുതെന്ന് പറയുന്നത്? അതിന്റെ 25-ാം വാക്യം വായിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. അപ്പൊ നമ്മൾ വിചാരപ്പെടുന്നതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനത്തെ വിചാരപ്പെടലുണ്ടോ? ആരെങ്കിലും എന്ത് തിന്നും എന്ത് കുടിക്കുന്നു വെച്ച് വിചാരപ്പെടാറുണ്ടോ? ഉണ്ടാ? ലോകത്തുണ്ട്. നമ്മുടെ കാര്യം ഞാൻ ചോദിച്ചത്. ലോകത്ത് ഒത്തിരി മനുഷ്യരുണ്ട്. ഇപ്പം എത്രയോ മനുഷ്യർ ആഹാരമില്ലാതെ വിചാരപ്പെടുന്നവരുണ്ട്. എന്ത് തിന്നും എന്നാ കുടിക്കുമെന്ന് വിചാരിച്ചു. ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ അസുഖം. ഇതൊരു വലിയൊരു അസുഖമാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയൊരു അസുഖമല്ല. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം പകുതിയോളം ഈ ഒരു കാര്യം പറയാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനൊരു റീസണും ഉണ്ട് വിചാരപ്പെടരുതെന്ന് പറയാൻ കാരണം. ഈ വിചാരപ്പെടല്, നമുക്കറിയാം, വിചാരപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിക്കാണ് വിചാരപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് പലപ്പോഴും എന്താ പറഞ്ഞ, നമ്മൾ വളരെ ആൻഷ്യസ് ആയി. ഇപ്പൊ നമ്മൾ ഒരിടത്ത് ഇന്റർവ്യൂവിന് പോകുന്നു. അപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്ത് ഉത്തരം പറയും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ആൻഷ്യസ് ആയിട്ട് മാറും, അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോബ് ഇന്റർവ്യൂ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ ആൻസൈറ്റി ഉണ്ടാവും. ഇനി എത്രയല്ലേ നമ്മൾ വിചാരപ്പെടുത്തവരല്ല എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് വിചാരപ്പെട്ടിട്ടേ പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാ കാര്യം നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ നിങ്ങൾക്ക് ഒരു ചിന്തയില്ലല്ലോ മനുഷ്യ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി എന്നെ വിചാരപ്പെടാത്തതെന്നാ ചോദിച്ചതിന്റെ അർത്ഥം, അല്ലെ ചിന്തിക്കാത്ത എന്താന്നല്ല ചോദിച്ചത്. ഞാനിവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ എന്ത് നടക്കുന്നത് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിനകത്ത് നമ്മൾ വിചാരപ്പെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നുള്ളതാണ്. ഇത് കടത്താൻ മുന്നമേ അറിഞ്ഞിട്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യരുത്. നമ്മുടെ വിശ്വാസത്തെ തിന്നുകളയുന്ന ഒരു ക്യാൻസർ ആണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരപ്പെടുക എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ദൈവം യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചിട്ടും ദൈവം നമ്മളെ നിർമ്മലീകരിച്ചിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർമ്മലീകരണം പ്രാപിക്കാൻ ഇനിയുമുള്ള ചില മേഖലകളിൽപ്പെട്ട ഒരു മേഖലയാണ് പലപ്പോഴും വിചാരപ്പെടലുന്നുണ്ട്. വിചാരപ്പെടലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ വളരെ നമ്മുടെ ഭയം, നമ്മുടെ സംശയങ്ങൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാനായിട്ടുണ്ട്. അത് വിചാരപ്പെടുക എന്ന് പറയുമ്പം നമുക്കറിയാം, ദൈവം ഇത് കർത്താവ് പറഞ്ഞപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. നമ്മുടെ അന്വേഷണം ഒന്ന് നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് കർത്താവ് ഇത് പറയാൻ കാരണം എന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാൽ 24-ഉം 25-ഉം കൂടെ ഒരുമിച്ച് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിന് നമുക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഘടകമാണ് എന്ത് ചെയ്യുന്നത്? വിചാരപ്പെടുക. നമുക്കറിയാമല്ലോ, നമ്മൾ ദൈവത്തെയും പണത്തെയും സേവിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തെ സേവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എന്താ എഴുതിയേക്കുന്നത്?
ആ വാക്യം 24 വാക്യം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഉം. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. കർത്താവിനെ സേവിക്കണമെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിട്ട് എന്ത് നിരസിക്കണം? പണത്തെ നിരസിക്കണമെന്നാ പറഞ്ഞു. അതിനെ പകയ്ക്കണമെന്നാ പറഞ്ഞു. അതിനെ പകയ്ക്കാന്ന് പറഞ്ഞാൽ പണത്തെ പകയ്ക്കാന്നല്ല പറഞ്ഞത്. അതിന്റെ അതിനോടുണ്ടാകുന്ന നമ്മുടെ എന്താ പറഞ്ഞത്, നമുക്ക് അതിനോടുണ്ടാകുന്ന ഒരു പറ്റുതലുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഈ നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ മഹത്വത്തിനായി പണിത. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞതല്ല, നാളുകളായിട്ട് താൻ സേവിച്ചുകൊണ്ടിരുന്നത് ഈ പണത്തെയാണ്. അതിന്റെ ഒരു റിസൾട്ടാണ്, അല്ലേ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും നമ്മുടെ മിനിസ്ട്രിയെ ഒന്ന് ചോദ്യം ചെയ്തെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ചെയ്യുന്ന സുവിശേഷ വേല നിങ്ങൾ ചോദ്യം ചെയ്തെന്ന് വിചാരിച്ചു. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ബ്രദർ എന്ത് വർക്കാണ് അവിടെ ചെയ്യുന്നത് ബ്രദർ? ഇതൊന്നും വലിയൊരു കാര്യമുള്ള കാര്യമൊന്നുമല്ല, എന്ത് ചെയ്തു എന്ന് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്തത്, ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ പോകട്ടെ, നിങ്ങൾ ഇവിടെ ഈ കുരുക്ഷേത്രയിലുള്ളവര് നാളെ ഞാൻ എൻ്റെ ഈ വർക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ എന്ന് ഞാൻ പറയത്തില്ല. പറയോ ഇല്ലയോ? എന്നെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ നാച്ചുറലി പറയാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം, ഞാൻ ഇവിടെ വന്ന് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം, ഇന്ന് എനിക്ക് ഐ ഗോട്ട് എൻടാങ്കിൾഡ്, ഐ ഗോട്ട് ഇമ്മേഴ്സ്ഡ് വിത്ത് ഇറ്റ്. ഇന്നിപ്പോ എനിക്ക് കർത്താവിനെ പറ്റിയിരിക്കുന്നതിനേക്കാളും ഞാൻ ഇന്ന് വേലയോട് പറ്റിയിരിക്കും. ഇത് പറഞ്ഞതുപോലെയാണ് നമുക്ക് പലതും. ദൈവം തന്നാൽ ദൈവത്തോട് പറ്റി നിൽക്കുന്നതിനേക്കാളും ദൈവം തന്ന അനുഗ്രഹങ്ങളോട് പറ്റി നിൽക്കും. ഇപ്പൊ നമുക്കൊരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ജോലി ഉണ്ടായിരുന്നു, പെട്ടെന്ന് അത് പോകുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ എന്നാലും ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവം എന്തുകൊണ്ട് അതിനെ എടുത്തു മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബിക്കം എ ഹിൻഡറൻസ് ഫോർ യു. ദൈവത്തിന് നമ്മുടെ പ്രൊവിഷൻസ് അല്ല ദൈവത്തിന് ആവശ്യം, ദൈവത്തിന് നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ് ആവശ്യം. ദൈവത്തിന് നമ്മുടെ സ്വഭാവത്തിന്റെ രൂപാന്തരമാണ് ആവശ്യം. ദൈവം രാവിലെ എന്നോട് പറഞ്ഞത്, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വ്യക്തി യേശുവിനുള്ളിൽ വസിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ സ്വഭാവ രൂപാന്തരം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട്, പക്ഷേ ക്രിസ്തു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ പോയാൽ മതിയോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ? ഇതിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന ആശങ്കകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നോക്കി, അതിന്റെ 24-25 ഒന്നും കൂടെ വായിച്ച. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ എഴുതിക്കുന്ന ട്രാൻസ്ലേഷൻ എഴുതിക്കുന്ന ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ അടുത്ത വാക്യം, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുന്നു ഒന്നിനെ കുറിച്ചും. കാരണം ഈ വിചാരപ്പെടല് നമ്മുടെ സർവീസിനെ ബാധിക്കും. നമ്മൾ വിചാരിക്കുന്ന വിചാരപ്പെട്ടാൽ എന്നാ കുഴപ്പം? വിചാരപ്പെട്ടുകൊണ്ട് അന്യഭാഷ പറയാൻ പറ്റും, വിചാരപ്പെട്ടുകൊണ്ട് പ്രവചിക്കാൻ കഴിയും. എന്നാ വിചാരപ്പെട്ടുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല, കർത്താവിനെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മനസ്സിനകത്തിരിക്കുന്നത് മുഴുവൻ ഇതാ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിന് അത് കുഴപ്പമാണ്. അതാ അടുത്ത വാക്യം വായിക്കുന്നത്, അതിന്റെ 25-ാം വാക്യം.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? സ്വാഭാവികമായിട്ടൊരു കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ആഹാരത്തെക്കാളും ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ല എന്ന് നമുക്കറിയാമല്ലോ. നമുക്കത് വലിയ പാടല്ലേ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, ഭാര്യയ്ക്ക് മനസ്സിലായി സംഭവം കൈവിട്ടു പോയി, എന്തായാലും ഉദ്ദേശിച്ചിട്ടൂടെ ഇറക്കി തിരിച്ചൊന്ന് മനസ്സിലായി. അപ്പൊ അവള് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പട്ടിണിയെ കിടക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ നമ്മൾ ഈ വസ്ത്രമൊക്കെ ഇങ്ങനെ ചുളിഞ്ഞൊക്കെ നടന്നാൽ ആൾക്കാർ പറയത്തില്ലേ നമ്മൾ വലിയ പരിതാപകരമാണെന്ന് തോന്നത്തില്ല. അവള് പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പം, ഒരു തേപ്പ് പെട്ടി വാങ്ങിച്ചു കിട്ടിയാൽ കൊള്ളാം, ഒരു അയൺ ബോക്സ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഈ ഷർട്ടും ഇതുമൊക്കെ അങ്ങോട്ട് നല്ലതായിട്ട് തേച്ച് നമുക്ക് നടക്കാമല്ലോ. അപ്പം നമുക്കൊരു നല്ലതായിട്ട് നടക്കാം, അങ്ങനെ കുഴപ്പമില്ലാതെ നടക്കണമല്ലോ. അത് കാര്യമാണ്, അവൾ പറഞ്ഞത് കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാനും വിചാരിച്ചത് ശരിയാ, അങ്ങനെ ഒരു ആദ്യമായിട്ട് എൻ്റെ പൈസ ഒന്നുമില്ല, അപ്പൊ ഉള്ള പൈസ കൊണ്ട് ഒരു തേപ്പ് പെട്ടി വാങ്ങിച്ചു. അപ്പം ഏറ്റവും നമുക്ക് പറ്റാവുന്ന തേപ്പ് പെട്ടിയിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ 200 രൂപ എടുത്തൊരു തേപ്പ് പെട്ടി വാങ്ങിച്ച് 2 ദിവസം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് കേടായി. ഞാൻ പറഞ്ഞതിന് കാരണം, നമ്മളൊന്ന് തേച്ചു പിടിപ്പിച്ച് നിൽക്കാൻ കിടന്ന് പെടുന്ന പാട്, അങ്ങനെ പിടിപ്പിച്ച് നിങ്ങൾ UK എത്തി, ഞാൻ ഇവിടെ എത്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കഥ അറിയിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ഇങ്ങനെ ഈ ശരീരത്തെക്കാൾ ഇപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്? ഉടുപ്പിനെ കുറിച്ച്. ജീവനേക്കാളും എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആഹാരത്തെ കുറിച്ച്. ഒരു മലയാളി തന്റെ ജീവിതം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ നമുക്കറിയാമല്ലോ, ആയുസിന്റെ നല്ല ശതമാനം അടുക്കളയിൽ കിടന്ന് പാടും. പിന്നെ അവിടെ ഇരുന്ന് സ്വോത്രം പറയുന്നത് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവരാ. ഒരു ഗസ്റ്റോ വല്ലതും വരുന്നെന്ന് നമ്മള് വരുന്നെന്ന് പറയണ്ട, അവര് വരുന്നെന്ന് പറയേണ്ട കാര്യം, അങ്ങനെ വല്ലതും നമ്മളൊന്ന് ഓർത്തു പോയാൽ നമുക്ക് ആദ്യം കയറും അല്ലേ. നമ്മുടെ വരുന്നെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ ദിസ് നാച്ചുറൽ തിങ് ക്യാൻ എഫക്ട് അവർ സ്പിരിച്വൽ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് നാച്ചുറൽ, ഇറ്റ് ഈസ് കാർണൽ. അതാണ് അതിനകത്തെ കാര്യം. ദിസ് നാച്ചുറൽ ക്യാൻ ബി കാർണൽ ബിക്കോസ് ഓഫ് ആഡാമിക് ലൈഫ്. ക്രിസ്തുവിലല്ലാത്ത ഒരു ആദാമ്യ സ്വഭാവം, പ്രകൃതി ഇതിനെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഇതിന് നാച്ചുറൽ അല്ല, ഇതൊരു കാർണലാക്കി മാറ്റും. നമ്മളെ കൊണ്ട് അത് എന്തൊരു പ്രയാസം ഉണ്ടാക്കി മാറ്റും. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ആൾക്കാരെ വളരെ നന്നായിട്ടെല്ലാം ചെയ്യുന്നതാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കണം. പക്ഷേ അതിന്റെ റൂട്ട് കോസ് ആൻസൈറ്റി ആണെങ്കിൽ then it is a very dangerous thing. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ പ്രശ്നം മാറത്തില്ല. നമ്മുടെ ശരീരത്തിനായിട്ട് നമുക്ക് ഉടുപ്പ് കിട്ടി, നമുക്ക് ജീവന് വേണ്ടിയിട്ട് ആഹാരവും കിട്ടി, പക്ഷെ നമ്മുടെ പ്രശ്നം മാറുന്നില്ല അല്ലേ. നമുക്കറിയാമല്ലോ, പണ്ട് പോളിയോഗിച്ചോ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. കണ്ണടച്ചിരുന്നാൽ ലോണിന്റെ സംഖ്യയാണ് ഓർമ്മ വരുന്നത്. അല്ല, കണ്ണ് തുറന്നാൽ ലോണിന്റെ സംഖ്യ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കണ്ണടച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് പുള്ളി പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം പുള്ളി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോൺ കെട്ടാൻ പറ്റാത്തതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആൻസൈറ്റി വന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പ്രാർത്ഥന തന്നെയായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രശ്നം മാറുന്നുണ്ട്? മാറത്തില്ല. നമ്മുടെ മാറാത്തതിന് കാരണം ബേസിക്കലി നമ്മുടെ പ്രശ്നം നമ്മുടെ ആൻസൈറ്റിയാണ്, നമ്മുടെ വിചാരപ്പെടണം. ചിന്തിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ ചിന്താകുലമായി തീരുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് കാരണം എന്താണ്? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലി പോയി, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു, നമ്മൾ സാധാരണയേക്കാൾ കൂടുതൽ നമ്മൾ ഉടനെ പ്രാർത്ഥിക്കത്തില്ല.
നമ്മൾ പറയും ദാനിയേൽ സാധാരണ ചെയ്തപോലെ 3 നേരം കിളിവാതിൽക്കൽ നോക്കി എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ പുള്ളി എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു. രാജാവിന്റെ ഓർഡർ കിട്ടി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിനി പ്രാർത്ഥിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പോലെ ആൾക്കാരൊന്നും ബ്രദറെ ഒരു ഉപവാസം ഉണ്ടാക്കണ്ടേ, ബ്രദറെ ഒന്ന് ഉപവസിക്കണ്ടേ, നമുക്കൊന്ന് ഇങ്ങനെ പോയാൽ മതിയൊന്ന് അവര് തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവ രീതിയാണ്. So you find a solution not for our real issue but for the peripheral issue. ജോലിയില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, പണമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, നമുക്ക് ഉടുപ്പില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം, വീടില്ലാത്തതല്ല പ്രശ്നം, നമുക്ക് വണ്ടിയില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മൾ പലതിനെ ഭയപ്പെടുന്നു, നമ്മൾ പലതിനെ കുറിച്ച് വളരെ കോഷ്യസ് ആണ്. കാരണം നമ്മളെ പ്രശ്നം നമ്മൾ നാളെയെ കുറിച്ചിട്ട് നമ്മൾ വളരെ ആശങ്കപ്പെടുന്നുണ്ട്, അല്ലേ? ഇപ്പൊ UK പ്രതിസന്ധിയെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരുമ്പം UK ആശങ്കയാണ് നാട്ടിലുള്ളവർ. നിങ്ങളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, കാരണം നിങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നമ്മൾ ശരിയായി വരും, അല്ലെ? ഈ UK അമേരിക്കയിലുള്ളവരും എല്ലാം കൂടെ നാട്ടിലോട്ട് വന്ന നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നുള്ളത് നാട്ടുകാരുടെ പ്രശ്നമാണ്. ഞങ്ങൾ പണ്ട് വിചാരിക്കുമായിരുന്നു, ഞങ്ങൾ മലബാറിലായിരുന്നു വളർന്നത്. അപ്പം പെട്ടെന്ന് മലബാറിൽ വെച്ച് എൻ്റെ അപ്പനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. അപ്പൊ അവര് പപ്പയുടെ റിട്ടയർമെന്റ് കഴിഞ്ഞ് നാട്ടിലോട്ട് അവർ പോകുന്നു. അപ്പൊ പോകുന്നതിന് കാരണം പറഞ്ഞപ്പോ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ നല്ലത്, ഇവിടെ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊണ്ടുപോകണം. അപ്പം പപ്പയും അമ്മയും പറഞ്ഞു, അങ്ങനെയല്ലടാ, അവരെത്ര കാലമായിട്ടും നമ്മൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, നമ്മൾ വിളിക്കുന്നു പറഞ്ഞ് നോക്കിയിരിക്കുകയാണെന്ന്. അപ്പം ഞാൻ എത്ര പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അവസാനം നാട്ടിൽ ചെന്നപ്പോ തന്നെ നാട്ടിൽ ചെന്നോടെ പിന്നെ നാട്ടുകാർക്ക് ഞങ്ങളെ ബാധ്യതയായിട്ട് മാറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നതാ, നിങ്ങൾ എന്നെ നാട്ടിൽ വരാത്തത്. നമ്മൾ നാട്ടിൽ വന്നപ്പോഴത്തെ ആൾക്കാരങ്ങ് തിരിഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ എല്ലാരും പറയും, അയ്യോ നിങ്ങൾ എന്തിനാ അവിടെ കിടക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് ചെന്ന് നോക്കി സംഭവം മാറും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് കൺസേൺഡ് അബൌട്ട് യു, വി ഓൾ ആർ ആൻഷ്യസ്. നിങ്ങളോട് പ്രയാസമുള്ളത് കൊണ്ടൊന്നുമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേത് വല്ലപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, നാട്ടിൽ നിന്ന് ഇവിടുന്ന് വരുമ്പം നമ്മൾ എല്ലാം കൊണ്ടുവന്ന് നാട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കുന്നു, അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവസാനം 2 മാസത്തെ കുടിശ്ശികയുമായിട്ട് തിരിച്ച് വീട്ടിൽ അപ്പനും അമ്മയും കൂടെ എത്തുന്നു. അപ്പൊ അങ്ങനെ എത്തുമ്പോ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നും അറിയണ്ടായിരുന്നു. വളരെ ഇത് എന്ത് ചെയ്യും? ഇപ്പം അത് മറ്റേത് ഞങ്ങളുടെ പ്രോപ്പർട്ടി അവരാ കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ ഏർണിങ്സ് ഉണ്ട്. ഇപ്പം പിന്നെ എക്സ്ട്രാ വല്ല നാട്ടിൽ ചെല്ലുമ്പോ കിട്ടും. ഇതെല്ലാം നിന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ദിസ് ഈസ് ഹൗ തിങ്സ് ഹാപ്പൻ. അപ്പൊ ബേസിക് അടിസ്ഥാന പ്രശ്നം എന്താണ്? ഇത് നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നാട്ടിൽ നിന്നാലും പുറത്തു പോയാലും നമ്മൾ ഈ അസുഖത്തിനൊരു ചികിത്സ ദൈവത്തിന്റെ വചനപ്രകാരം പ്രാപിച്ചില്ലെങ്കിൽ our prayer can be a futile prayer, without the real result of it. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മുടെ പ്രശ്നം മാറുന്നില്ല, നമ്മുടെ ഭയം മാറുന്നില്ല, നമ്മുടെ സംശയം മാറുന്നില്ല. നമുക്കറിയാലോ, നമുക്ക് ശിഷ്യന്മാരെ അക്കരയ്ക്ക് കയറാനായിട്ട് ആ വള്ളത്തിൽ ഇരുന്നപ്പോഴേക്ക് അവർ കാറ്റ് കൂടുമെല്ലാം കണ്ടപ്പോ അവരാകപ്പാടെ പോയി. കർത്താവ് ചോദിച്ചു, അല്പവിശ്വാസികൾ നിങ്ങൾ എന്തിനാ സംശയിച്ചു? നിങ്ങൾ എങ്ങനെ ഇത്ര ഭീരുക്കളായി പോയത്? എന്താ കാര്യം എന്നറിയാം? ഈ വിശ്വാസം യേശു കേന്ദ്രീകൃതമല്ല, വിശ്വാസം സാഹചര്യ കേന്ദ്രീകൃതമാണ്. ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ആശങ്ക, ജോലി കിട്ടിക്കഴിയുമ്പോൾ ആശങ്ക മാറിയെങ്കിൽ ആ ആശങ്ക മാറിയിട്ടില്ല. ആശങ്ക മാറിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. അതേസമയം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇത് കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതിന്റെ വെട്ടത്തിലല്ല ഇരിക്കുന്നത്. ഇറ്റ്സ് ഓൺ ദ പേഴ്സൺ. അത് ക്രിസ്തു കേന്ദ്രീകൃതമെന്ന് ഞാൻ പറയാൻ കാരണം, നോക്കിയേ, ഇവിടെ വായിച്ചിട്ട് ഞാൻ നിർത്തുക ചെയ്യുന്നത്,
ഈ കർത്താവ് പറയുന്ന ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു 1, 2, 3, 4 വട്ടം എങ്ങാണ്ടും വിചാരപ്പെടരുത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതൊരു ഒരു അന്വേഷണത്തിന്റെ പ്രശ്നമാണ്. നോക്കി, ഇവിടുത്തെ ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാനത് നിർത്താം. അതിന്റെ 31, 32 വാക്യം വായിച്ചു. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. പൗലോസും പ്രാർത്ഥിച്ചു അവിശ്വാസികളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ. പൗലോസ് പ്രാർത്ഥിച്ചു, ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അതൊരു വിചാരപ്പെടലിന്റെ വിഷയം കൊണ്ടല്ല, അതൊരു ആത്മീയ വിഷയമായതുകൊണ്ട്. നമ്മൾ ഇതിനൊരു ആത്മീയ വിഷയമായിട്ട് കാണാറുണ്ടോ? ഒരു ആത്മീയ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കും എന്റെ ആവശ്യം ജോലിയല്ല, എന്റെ ആവശ്യം ഐ നീഡ് ടു കം ഔട്ട് ഓഫ് ദ ആൻസൈറ്റി. I need to come out of my fear. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ചൈനയിലുള്ള ദൈവമക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ അവരുടെ കർത്താവെ എന്റെ ദൈവം മൊത്തത്തോടെ തന്റെ ധനത്തിലുണ്ടെന്ന് ക്രിസ്തുവേശിലൊക്കെ തന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് തരുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങ് അവർക്ക് റിച്ചായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അത് ചൈനയിലുള്ള വിശുദ്ധന്മാരോട് പോയി ചോദിച്ചാൽ അവർ പറയും, എന്റെ ബ്രദറെ, എനിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളുടെ പരുവം ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഏത് ഇതെല്ലാം കിട്ടിയിട്ട് നിങ്ങളുടെ പരുവം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതല്ല ഞങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ അതേ പ്രശ്നം ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം? We should come out of anxiety. ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ബാക്കി പ്രൊവിഷൻസിന് ഒരിക്കലും നഷ്ടം വരുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ചൂരച്ചെടിയുടെ കീഴിലും ഏലിയാവിനുള്ള ആഹാരം വന്നിട്ടുണ്ട്. പക്ഷെ ഏലിയാവിന്റെ പ്രശ്നം ആഹാരം കിട്ടുന്നതുകൊണ്ട് മാറിയില്ല. ഏലിയാവിന്റെ ഭയമാണ് ഏലിയാവിന്റെ പ്രശ്നം, ആഹാരമില്ലാത്തതല്ല ഏലിയാവിന്റെ പ്രശ്നം. പ്രൊവിഷൻസ് ആർ ദേർ എവരിവെയർ. ഇന്നത്തെ ചേർച്ചിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ ഞാൻ പറഞ്ഞത്, ഫണ്ട് കിട്ടുന്നൊക്കെ ഇതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഇത് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിക്കാൻ എന്ത് ബുദ്ധിമുട്ട്. നമ്മളോ പറഞ്ഞു തരാറില്ല, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും. അപ്പൊ ഒരുമയില്ലെങ്കിലോ? അപ്പൊ നമുക്ക് ആവശ്യം ഒരുമയല്ലേ, നമുക്ക് ആവശ്യം സ്നേഹമല്ലേ ആവശ്യം, നമുക്ക് ആവശ്യം അനുസരണമല്ലേ ആവശ്യം, നമുക്ക് ആവശ്യം ശരിയായ സയന്റിഫിക്കേഷൻ അല്ലേ ആവശ്യം. ഈ രാത്രികാലം നമുക്ക് ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഒന്ന് കൊടുത്ത് വിശോധന ചെയ്യും. നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിയായ പ്രശ്നം എന്താണ്? പത്രോസ്ലീഹ സഭയോട് പറഞ്ഞപ്പോൾ സഹോദരന്മാർ ഉറ്റു സ്നേഹിക്കുന്ന കാര്യം പറയാൻ കാരണം, സ്നേഹിച്ചാൽ പോരാ, തീഷ്ണമായി സ്നേഹിക്കും. വിചാരപ്പെടുന്നതിന് ഒരിടം പോലും കൊടുക്കാതെ വണ്ണം ദൈവസ്നേഹത്തെ നിറയപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രോപ്പർ ആകത്തില്ല. നമ്മൾ വായിക്കുക, കർത്താവ് അതാ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേരെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. നമ്മൾ എങ്ങനെ പണത്തെയും ദൈവത്തെ സേവിക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ വിചാരിക്കുന്നത് വിചാരപ്പെട്ടുകൊണ്ട് എനിക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. വിചാരപ്പെടലിൽ നിന്ന് പുറത്തു വരാതെ ഈ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് ആ മഹത്വീകരിക്കാനോ സ്നേഹിക്കാനോ സേവിക്കാനോ കഴിയുന്നതല്ല. അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലത്. ഇനി അല്ല എന്ന് വിചാരിച്ചോ, നമ്മൾ സേവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, എന്ന വലിയ താമസമില്ലാതെ ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ് പണത്തിന്റെ പുറകെ നമ്മൾ പോകുമെന്നുള്ള കാര്യം 100% നമ്മൾ വിചാരിക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവദാസന്മാർ പണത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ അവർ പോയതിന് കാരണം? അവരുടെ ആശങ്കകളുടെ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്തില്ല. നമ്മൾ വിചാരിക്കും ഒരു ദൈവാസന, എനിക്ക് നിങ്ങൾ പണം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു, അയ്യോ പാവം ബ്രദർ കുരുക്ഷേത്രം കഷ്ടപ്പെടുകയല്ലേ എന്ന് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് പണം കിട്ടി. പക്ഷെ എന്റെ പ്രശ്നം മാറുന്നില്ല. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് പണമല്ലായിരുന്നു. എന്റെ പ്രശ്നം ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലുള്ള വളർച്ചയില്ലായ്മയായിരുന്നു. എന്റെ പ്രശ്നം ദൈവത്തിന്റെ വചനത്തിലുള്ള എന്റെ വേരുകൾ അതിനകത്ത് ഇറങ്ങാത്തതായിരുന്നു എന്റെ പ്രശ്നം.
അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ ആ നിർബന്ധിക്കപ്പെട്ടവനായി നടക്കാത്തതായിരുന്നു പ്രശ്നം. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റനായിട്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. എത്ര പേര് നമ്മൾ കർത്താവേ യേശുവിന് വേണ്ടി എനിക്കൊരു ജോലി വേണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇന്നേ വരെ അങ്ങ് നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ പിള്ളേരെല്ലാം കർത്താവേ ഞങ്ങൾക്ക് നീ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ജോലി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ആർക്ക്? ഞങ്ങൾക്ക്. ഈ വിചാരപ്പെടൽ മാറത്തില്ല. എത്ര സാലറി കിട്ടിയാലും മാറത്തില്ല, എത്ര ആരോഗ്യം കിട്ടിയാലും മാറത്തില്ല, സൗഖ്യം കിട്ടിയാൽ മാറത്തില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്, സൗഖ്യം കിട്ടിയാൽ മാറത്തില്ല. കാരണം നമ്മുടെ പ്രശ്നം ഈ സൗഖ്യമല്ലായിരുന്നു. ക്യാൻസർ അല്ല നമ്മുടെ പ്രശ്നം, എയ്ഡ്സ് അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മുടെ ആന്തരികമായിട്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലുള്ള വളർച്ചയില്ലായ്മയാണ്. ഹൃദയത്തിന്റെ ശുദ്ധീകരണം നടക്കാത്തതാണ്. സത്യത്തെ അനുസരിക്കേണ്ടവണ്ണം അനുസരിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ നിർമ്മലീകരണം പ്രാപിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയങ്ങൾ നിർമ്മലീകരിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തീക്ഷ്ണമായ സ്നേഹം, തീക്ഷ്ണമായ വിശ്വാസം, തീക്ഷ്ണമായ പ്രത്യാശ, വെറും പ്രത്യാശയല്ല, വാച്ച് ചെയ്യുന്ന ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു അനുഭവം, വാച്ചിങ്, കാത്തിരിക്കുന്ന ഒരു പ്രത്യാശ. എന്റെ മണവാളൻ എപ്പം വരും എന്നുള്ള പ്രതീക്ഷയോടെ നോക്കി ഇരിക്കുന്ന ഒരു അനുഭവം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. കേരളത്തിലെ ദൈവമക്കളുടെ, ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലുള്ള ദൈവമക്കളുടെ അടിസ്ഥാന പ്രശ്നം അതാണ്. നമുക്കത് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഉള്ള ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ യഥാർത്ഥ പരിവർത്തനം, നമ്മുടെ ഹൃദയത്തിന്റെ പരിവർത്തനം, ക്രിസ്തുവിലെ സേവിക്കുന്ന കാര്യത്തിൽ ക്രിസ്തു അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകരുത്. There should not be another choice, another thing in our hearts. നമുക്കറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന ഇതിനകത്ത് വേറൊരു സ്ത്രീയുടെ ചിന്ത വന്നാൽ അത് വ്യഭിചാരമാണ്. ഇറ്റ്സ് an adultery. പണത്തോടൊരു ആഗ്രഹം വരുമ്പോൾ അതൊരു വ്യഭിചാരമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരാളോടൊരു പക കയറി വരുമ്പോൾ അതൊരു കുലപാതകമാണ്. അത് ആ ഒരു ഇന്റൻസിറ്റിയോടെ നമ്മുടെ ഹൃദയങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, വിചാരപ്പെടൽ നിന്ന് വിമുക്തി പ്രാപിച്ച് യഥാർത്ഥമായി ഈ ദൈവത്തെ സേവിക്കുവാൻ, നിരസിക്കേണ്ടതിനെ നിരസിച്ച്, പകയ്ക്കേണ്ടതിനെ പകച്ച്, പറ്റി നിൽക്കേണ്ടടുത്ത് ക്രിസ്തുവിൽ പറ്റി നിന്നുകൊണ്ട് മനുഷ്യരെ പകയ്ക്കുന്നതിന് പകരം, മനുഷ്യരെ നിരസിക്കുന്നതിന് പകരം ആ പണത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആൻസൈറ്റിയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഭയങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് വ്യക്തമായ ചില തീരുമാനങ്ങളോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ ഇതിനെ സഹായിക്കുവാനായിട്ട്. താങ്ക് യു.